എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള അവരുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്നൊരു ഫയൽ നിങ്ങൾ സ്വീകരിക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. നമുക്ക് ഒന്നാമത്തെ ഫയലായ കുതിര യൂണിക്കോണിനെ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. എത്ര കാലം കഴിഞ്ഞാലും, എത്ര വർഷം കഴിഞ്ഞാലും, എന്തൊക്കെ അതിനിടയിൽ സംഭവിച്ചാലും, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് പോലും തടയാൻ കഴിയില്ല. ജീവിതം മുഴുവനും നിങ്ങളെ സ്നേഹിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാനോ നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാതിരിക്കാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും ആ വ്യക്തി കാണുന്നതും, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും ആ വ്യക്തി പരിഗണിക്കുന്നത് നിങ്ങളെ മാത്രമാണ്. നിങ്ങളല്ലാതെ മറ്റൊരു ഉൾക്കൊള്ളലില്ല ആ വ്യക്തിക്ക്. നിങ്ങളല്ലാതെ മറ്റു പ്രതീക്ഷയില്ല. നിങ്ങളെ മാത്രം സ്വപ്നം കണ്ട്, നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. എത്ര കാലം കഴിഞ്ഞാലും, എത്ര ആളുകളെ കണ്ട് മുന്നോട്ട് പോയാലും ആരും നിങ്ങൾക്ക് പകരമാകുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച്. അതുതന്നെയാണ് ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് പകരം വെക്കാൻ ആ വ്യക്തിക്ക് ആരുമില്ല. നിങ്ങൾക്ക് പകരം വെക്കുന്നതിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുകയാണ് ആ വ്യക്തി. നിങ്ങളോട് ഒരുമിച്ചുള്ള ജീവിതം, നിങ്ങളോട് ഒരുമിച്ചുള്ള ഇഷ്ടങ്ങൾ, അങ്ങനെ ആ ഇഷ്ടത്തെയും സ്നേഹത്തെയും പിന്താങ്ങുന്ന എത്ര കാര്യങ്ങൾ, അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. മറ്റ് ചിന്തകളില്ല എന്ന് പറയും. ഒരു സ്വപ്ന ലോകത്താണ് നിങ്ങളും ആ വ്യക്തിയും. നിങ്ങളുടെ പ്രണയവും മാത്രമുള്ളൊരു സ്വപ്ന ലോകത്താണ് ആ വ്യക്തി എപ്പോഴും ജീവിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിച്ചേരാൻ ആ വ്യക്തിക്ക് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെ മനസ്സിൽ അത്ര ആഴത്തിൽ ആ വ്യക്തി കാണുന്നു. നിങ്ങളെ ആ മനസ്സിൽ ആഴത്തിൽ ആ വ്യക്തി പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയാത്തത്. സ്വപ്നം കാണുന്നതും ഇനിയുള്ള ജീവിതത്തിൽ ഓരോ നിമിഷവും നിങ്ങൾ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പുറമേ ആ വ്യക്തി എന്ത് കാണിക്കുന്നു, എന്ത് പറയുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരാളാണ്. നിങ്ങളോടൊപ്പമല്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും, എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനല്ലാതെ ആ വ്യക്തിക്ക് സാധിക്കില്ല. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ ജീവിതത്തിൻ്റെ ഇടയിലൂടെ നിങ്ങളെന്ന് പറയുന്നൊരു ചിന്തയായിട്ട് ആ വ്യക്തി പോവുകയാണ്. നിങ്ങളൊരിക്കലും നിങ്ങളെ അവഗണിച്ചാൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പൂമ്പാറ്റ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ്. ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും പക്വമായൊരു ചിന്താഗതി ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അതിര് കവിഞ്ഞ സ്നേഹവും, അതിര് കവിഞ്ഞ ദേഷ്യവും, സങ്കടവും, വിഷമവും, വിദ്വേഷവും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കും. വൈകാരികമായി എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രൂപരേഖ ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ടാണ് ആ വ്യക്തി ജീവിച്ചത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും ആ വ്യക്തി എടുത്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ പിടിച്ചു കുലുക്കിയ ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനോടും ഒരു ലാഘവ ബുദ്ധിയോടെയാണ് ആ വ്യക്തി കാണിക്കുന്നത്. നാളെ എന്താണ്, നാളെ തനിക്ക് എന്ത് ഭവിക്കും, എന്ത് സംഭവിക്കും, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ജീവിതത്തിൽ അപ്പപ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊരു നിലപാടില്ല. ജീവിതം തനിക്ക് സമ്മാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ജീവിതം തനിക്ക് സമ്മാനിച്ചിരിക്കുന്ന വസ്തുതകൾ, അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചിന്തിക്കാതെ അപ്പപ്പോഴുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പലപ്പോഴും ബാലിശമായ വാശി പ്രണയത്തിൻ്റെ കാര്യത്തിൽ ആ വ്യക്തി നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. നാളെ എന്താണെന്നോ
ശരിയെന്താണെന്നോ തെറ്റെന്താണെന്നൊന്നും ആ വ്യക്തിക്ക് അറിയണ്ട. ആ വ്യക്തി വിചാരിച്ച കാര്യം നടക്കണം. ഒരു ദീർഘവീക്ഷണവും ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രണയത്തിൻ്റെ കാര്യത്തിൽ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിൽ ആ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വെറുക്കാൻ സാധിക്കില്ല, നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കാൻ സാധിക്കില്ല, നിങ്ങളോട് വിദ്വേഷം കാണിക്കാൻ സാധിക്കില്ല. ആ വ്യക്തിയുടെ മനസ്സ് തന്നെ നിങ്ങളോട് വിദ്വേഷം കാണിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. നിങ്ങളോടൊരിക്കലും ആ വ്യക്തി വിദ്വേഷം കാണിക്കുകയുമില്ല. നിങ്ങളെന്തൊക്കെ മണ്ടത്തരം പറഞ്ഞാലും എന്തൊക്കെ അനാവശ്യം പറഞ്ഞാലും അവസാനം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സായിരിക്കും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്. ഒരുപക്ഷെ ആദ്യം വെല്ലുവിളിക്കും, എനിക്ക് നിന്നെ വേണ്ട, ഞാൻ നിൻ്റെ പുറകെ വരില്ല, നിൻ്റെ ആത്മാർത്ഥിലായ്മ അറിഞ്ഞു, ഇതോടുകൂടി നിർത്തി എന്നുള്ള സ്ഥിരം പല്ലവികളൊക്കെ ആ വ്യക്തി പറഞ്ഞേക്കാം. അതൊക്കെ പെടും തന്നെയുള്ള വാശിയിൽ നിന്ന് മാത്രം പറയുന്നതാണ്. നിങ്ങളെ എന്നെന്നും ചേർത്ത് നിർത്തുകയും നിങ്ങളോടെന്നും സ്നേഹം കാണിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റില്ല. സ്നേഹം കൂടിക്കൂടി വരികയുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.